ഒരു നല്ല കാര്യത്തിന് ഒത്തുകൂടിയ എല്ലാവർക്കും നമസ്കാരം. പണ്ട് ഒരു വൈകുന്നേരത്ത് ചേന നട്ടത് ശുശ്രൂഷിക്കാൻ മുത്തച്ഛൻ തൊടിയിലിറങ്ങുമ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നു. കുറേ വിത്തുകൾ നട്ടിരുന്നു. ഓരോ തടത്തിലും ഓരോ മുള മാത്രം നിർത്തി ബാക്കിയുള്ളതൊക്കെ മുത്തച്ഛൻ പിഴുതു മാറ്റി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ മുത്തച്ഛൻ ഇത് നട്ടത്, പിന്നെ എന്തിനാ ഇത് പിഴുതത്? അപ്പോൾ മുത്തച്ഛൻ പറഞ്ഞ മറുപടി, വിളയുന്ന വിത്ത് മുളയിലറിയാം എന്നാണ്. ബാക്കിയൊന്നും അവിടെ ആവശ്യമില്ല. അതൊക്കെ ആ വിളയുന്ന വിത്തിനെ ബുദ്ധിമുട്ടിക്കുകയേ ചെയ്യൂ. മാത്രമല്ല, നമുക്ക് ഒരു ദിവസം കാളൻ വയ്ക്കാനുള്ള ചേന ഇപ്പോൾ കിട്ടുക കൂടി ചെയ്തു എന്ന്. സന്തോഷമായി. എനിക്ക് ഒരു വലിയ വിവരവും കിട്ടി. അതുപോലെ തന്നെയായിരുന്നു 1960 ആദ്യത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ആ വർഷത്തെ അവാർഡ് നിശ്ചയിക്കാൻ യോഗം ചേർന്നപ്പോൾ അധ്യക്ഷനായ പ്രൊഫസർ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പ്രഖ്യാപിച്ചത് ഈ ആണ്ടത്തെ അവാർഡ് സി രാധാകൃഷ്ണനാണ്. അപ്പോൾ ആരൊക്കെ പറഞ്ഞു, അയാൾക്ക് വെറുതെ ഈ അവാർഡ് കൊടുക്കാൻ പറ്റുമോ? 10-21 വയസ്സേ ആയിട്ടുള്ളൂ, ഇതിനു മുമ്പ് ഒന്നും എഴുതിയിട്ടില്ല, എന്താ ഇത് കഥ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇത് തന്നെയായിരുന്നു, വിളയുന്ന വിത്ത് മുളയിലറിയാം. മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു, പാറ്റത്തെങ്ങനെ ആരും വളമിടാറില്ല, വേണമെങ്കിൽ ഒരു മുട്ടും താങ്ങും ഒക്കെ കൊടുക്കാൻ, അത് വീഴാതിരിക്കാൻ, അതുപോലെ വീഴുന്നെങ്കിൽ നമ്മുടെ പുറത്തേക്ക് വീഴാതിരിക്കാനാണ് മുട്ടും താങ്ങുമൊക്കെ കൊടുക്കുന്നത്. വല്ല ഫെലോഷിപ്പോ ധനസഹായമോ ബാക്കി കാര്യങ്ങളോ ഒക്കെ അദ്ദേഹത്തിന് ആവശ്യമായിട്ട് വരാം. പക്ഷേ വളമിട്ടിട്ട് കൂടുതൽ ഫലം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ പ്രകാശിതമാകുന്ന പുസ്തകം ഞാൻ അക്ഷരം പ്രതി വായിച്ചിട്ടുള്ളതാണ്. അത് ഒരു പുതിയ മുളയാണ്. അത് വിളയാൻ പോകുന്ന മുളയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവും തോന്നിയിട്ടില്ല. അത് തുറന്നു പറയാൻ അവിടെ വരണം എന്നെനിക്ക് മോഹമുണ്ടായിരുന്നു. പക്ഷേ ചികിത്സ കഴിഞ്ഞുള്ള പഥ്യകാലമായതുകൊണ്ടും വയ്യായ്ക കൊണ്ടും എനിക്കത് സാധിക്കുന്നില്ല. അത് ബാക്കി ചുമതല അവിടെയുള്ളവർ ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത്, അത് ഭാഷയുടെ പ്രയോഗത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ചില പുതിയ സാധ്യതകളെക്കുറിച്ചാണ്. ഒരു നല്ല എഴുത്ത് എപ്പോഴും ആദ്യം ചെയ്യുന്നത് അതാണ്, ഒരു ശൈലി മാറ്റം. ആ മാറ്റത്തിലൂടെ ഭാഷയുടെ സാധ്യതകളിൽ അതുവരെ ഉപയോഗിക്കാതെ കിടന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെടുക്കൽ. രണ്ടാമത്തെ കാര്യം ദാർശനികമായ ഒരു നിലപാടാണ്. ഒരു കാര്യത്തിൻ്റെ ആത്യന്തികാവസ്ഥയ്ക്ക് രൂപം നൽകാനും അത് പ്രകടിപ്പിക്കാനുമുള്ള സൗകര്യമോ ശേഷിയോ ഇല്ലെങ്കിൽ എഴുതരുത് എന്നാണ് പഴയ ആളുകൾ പറയുക. അതാണ് പുതുമ, അതാണ് സമൂഹത്തിന് ആവശ്യമായ കാര്യം, അതാണ് പുതിയ മുളയിലെ പുതിയ മുള എന്നർത്ഥം. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിയും, അത് മാത്രവുമല്ല, ജീവിതത്തിന് മനുഷ്യന് ആവശ്യമായ നർമ്മബോധത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കാനും ഈ കൃതി വളരെ സമർത്ഥമായി പരിശ്രമിച്ചിരിക്കുന്നു, അതിൽ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ നല്ല മുഹൂർത്തം നമുക്ക് ആസ്വദിക്കാം. കൂട്ടത്തിൽ പറയട്ടെ, പണ്ടാരോ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയെക്കുറിച്ച് മറ്റാരോടോ ചോദിച്ചു അത്രേ, എങ്ങനെയുണ്ട്, നന്നായിരിക്കുമോ അത് എന്ന്, നല്ല കുട്ടിയാണോ? അപ്പോൾ കിട്ടിയ മറുപടി ഇതായിരുന്നു, അതിനൊറ്റ മാർഗമേ ഉള്ളൂ കണ്ടുപിടിക്കാൻ, താൻ പോയി ആ കുട്ടിയെ വിവാഹം കഴിക്കുക എന്ന്. അതുപോലെ ഈ പുസ്തകം നല്ലതാണോ അല്ലയോ എന്ന് തീർച്ചയാക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് വീട്ടിൽ കൊണ്ടുപോയി വായിക്കുക. അപ്പോഴറിയാം അതിൻ്റെ ഗുണം എത്രയാണ് എന്ന്. ഈ വിളയുന്ന വിത്ത് മുളയിലറിയാം എന്ന് പറയുന്നത് പോലെ പോഷകാഹാര ശേഷിയുള്ള ആഹാരം രുചി കൊണ്ടറിയാം എന്നും പറയാറുണ്ട്. നോക്കൂ, ശ്രമിക്കൂ, വിജയമുണ്ടാകുന്നു എന്ന് ഉറപ്പാണ് എനിക്ക്. ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യാം. ഒരേ തരത്തിൽ ഇത് എഴുതിയ ആൾക്കും വായിക്കുന്നവർക്കും വിജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഒരു കൃതിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആശംസ എന്നെനിക്ക് തോന്നുന്നു. ഈ നല്ല വൈകുന്നേരത്ത് ഒത്തുകൂടിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സാദരം നമസ്കാരം.